നമസ്കാരം. അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ പരസ്യമായി അധിക്ഷേപിക്കുകയും ഒടുവിൽ ഒരു കുടുംബത്തിന്റെ കണ്ണീരിന് കാരണക്കാരിയാവുകയും ചെയ്ത കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ കഷ്ടകാലം പുതിയ സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമാവാൻ പോവുകയാണ്. കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്ത് പി ദിവ്യ നടത്തിയ കോടികളുടെ ബിനാമി അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് നൽകിയ വ്യാജ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് പുതിയ UDF സർക്കാർ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്നും പുറത്തുവരുന്നത്. ബിനാമി ഇടപാടുകളും ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ കൊള്ളകളും സംബന്ധിച്ച് വിജിലൻസ് മേധാവിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായ വിവരങ്ങൾ തേടിക്കഴിഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ദിവ്യയെ എങ്ങനെയും സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കേസ് അട്ടിമറിച്ച വിജിലൻസിന്റെ കണ്ണൂർ യൂണിറ്റിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് പൊളിച്ചെഴുതുന്നത്. തെളിവില്ലെന്ന് കാട്ടി 6 മാസം മുൻപ് പൂഴ്ത്തിവെച്ച ഫയലുകൾ വീണ്ടും മേശപ്പുറത്തെത്തുമ്പോൾ പി ദിവ്യ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഈ ഒരു അഴിമതിയുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി ദിവ്യ സ്വന്തം അധികാരം ദുരുപയോഗം ചെയ്ത് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ വികസന പദ്ധതികളുടെ കരാറുകൾ തന്റെ സ്വന്തം ബിനാമി കമ്പനിക്ക് വഴിവിട്ട് നൽകി കോടികൾ തട്ടിയെടുത്തു എന്നാണ് പരാതി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമ്മാസ് ആണ് കൃത്യമായ കണക്കുകൾ സഹിതം ഇതിനെതിരെ വിജിലൻസിന് പരാതി നൽകിയത്. ഏകദേശം 12 കോടിയിലധികം രൂപയുടെ വമ്പൻ പദ്ധതികളാണ് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ദിവ്യയുടെ നിയന്ത്രണത്തിലുള്ള ബിനാമി കമ്പനിക്ക് എഴുതി കൊടുത്തത്. ഇതുകൂടാതെ ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിയമവിരുദ്ധമായ ഭൂമി ഇടപാടുകളെക്കുറിച്ചും കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചും കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത്രയും വലിയ അഴിമതിയുടെ തെളിവുകൾ ഷമാസ് വിജിലൻസിന് കൈമാറിയിട്ടും അന്ന് അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാർ ദിവ്യക്കെതിരെ ഒരൊറ്റ നടപടിയും എടുത്തില്ല. 6 മാസം കഴിഞ്ഞിട്ടും വിജിലൻസ് വേണ്ട നടപടികളൊന്നും എടുക്കാതിരുന്നപ്പോഴാണ് KSU നേതാവ് നീതി തേടി കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും അഴിമതി നടത്താൻ പിണറായി വിജയൻ നൽകിയ പരസ്യമായ സംരക്ഷണത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു പി ദിവ്യ. അന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ അഴിമതിയെക്കുറിച്ച് നിയമസഭയിൽ അതീവ ഗൗരവമേറിയ ചോദ്യം ചോദിച്ചത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് MLA ആയിരുന്നു. ദിവ്യക്കെതിരെ ഉയർന്ന 12 കോടിയുടെ ബിനാമി അഴിമതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന സണ്ണി ജോസഫിന്റെ ചോദ്യത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നൽകിയ മറുപടി നിയമസഭാ രേഖകളിലുണ്ട്. ദിവ്യക്കെതിരായ ആരോപണങ്ങളിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്നും വിജിലൻസിന്റെ കണ്ണൂർ യൂണിറ്റ് അന്വേഷിച്ച് ദിവ്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുമായിരുന്നു പിണറായി വിജയൻ സർക്കാർ അന്ന് നൽകിയ പരസ്യമായ ക്ലീൻ ചീറ്റ് മറുപടി. കണ്ണൂരിലെ പാർട്ടി നേതാക്കളെയും അവരുടെ അഴിമതികളെയും സംരക്ഷിക്കാൻ വേണ്ടി വിജിലൻസ് എന്ന സ്വതന്ത്ര ഏജൻസിയെ പിണറായി വിജയൻ എങ്ങനെ ദുരുപയോഗം ചെയ്തുവെന്ന് ഈ ഒരൊറ്റ മറുപടിയിലൂടെ വ്യക്തമാണ്. എന്നാൽ ഭരണം മാറുകയും ജനാധിപത്യ രീതിയിലുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തതോടെ ഈ അട്ടിമറി റിപ്പോർട്ടുകളുടെ ആയുസ് അവസാനിച്ചിരിക്കുകയാണ്. പരാതിക്കാരനായ മുഹമ്മദ് ഷമ്മാസ് ഹൈക്കോടതിയിൽ നൽകിയ നിയമപരമായ വെല്ലുവിളികൾ കൂടി പരിഗണിച്ചുകൊണ്ട് അന്ന് വിജിലൻസ് നടത്തിയ കള്ളക്കളി മുഴുവൻ പുറത്തു കൊണ്ടുവരാനാണ് പുതിയ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. പിണറായി വിജയന്റെ ഭരണകാലം എത്രത്തോളം അഴിമതി നിറഞ്ഞതും ഭീകരവുമായിരുന്നു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ ഒരു സംഭവം. പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും കൂറുള്ള ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും എന്ത് കൊള്ള നടത്തിയാലും സംരക്ഷിക്കുന്ന ഒരു അധോലോക ശൈലിയായിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായിട്ടും ആഴ്ചകളോളം ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ നിന്നത്. എന്നാൽ ഇന്ന് പിണറായി വിജയൻ വെറും ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. പാർട്ടിക്കുള്ളിൽ പോലും അദ്ദേഹം ഒറ്റപ്പെട്ടു കഴിഞ്ഞു. ഇനി മകളുടെ കേസിലോ ദിവ്യയുടെ കേസിലോ ഇടപെടാൻ പിണറായിക്ക് യാതൊരുവിധ ഭരണ സ്വാധീനവുമില്ല. 12 കോടിയുടെ ബിനാമി അഴിമതിയുടെയും ഭർത്താവിന്റെ പേരിലുള്ള നിയമവിരുദ്ധ ഭൂമി ഇടപാടുകളുടെയും ഫയലുകൾ വിജിലൻസ് വീണ്ടും തുറക്കുമ്പോൾ ദിവ്യയ്ക്ക് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 10 വർഷം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തിയ സകല അഴിമതികളും ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ UDF സർക്കാർ കാണിക്കുന്ന ഈ ആർജവത്തിന് ജനങ്ങൾ ഒന്നടങ്കം കൈയടിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ 12 കോടിയുടെ ബിനാമി പദ്ധതി കരാറുകളിലൂടെ കോടികൾ തട്ടിയെടുത്ത പി ദിവ്യക്കെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം വരുന്നത് അതീവ സ്വാഗതാർഹമാണ്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി വിജിലൻസിനെ കൊണ്ട് എഴുതിച്ച വ്യാജ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് പുതിയ UDF സർക്കാർ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചതോടെ കമ്മ്യൂണിസ്റ്റ് അഴിമതിക്കാരുടെ നെഞ്ചെടുപ്പ് കൂടിയിരിക്കുകയാണ്. KSU നേതാവ് മുഹമ്മദ് ഷമ്മാസ് നൽകിയ പരാതിയും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിയമസഭയിൽ ഉയർത്തിയ ചോദ്യങ്ങളും അന്ന് പിണറായി വിജയൻ തള്ളിക്കളഞ്ഞത് സ്വന്തക്കാരെ സംരക്ഷിക്കാനായിരുന്നു. അധികാരം പോയതോടെ പിണറായി വിജയൻ നിസ്സഹായനാണ്. ഇനി ഒരു ക്ലീൻ ചീറ്റും ദിവ്യയെ രക്ഷിക്കാൻ പോകുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് ശക്തമായി നീങ്ങുമ്പോൾ അഴിമതിക്കാരിയായ പി ദിവ്യ അർഹിക്കുന്ന ശിക്ഷ വാങ്ങുക തന്നെ ചെയ്യും.